ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ സിംഗപ്പൂരെത്തി. ബാംഗ്ലൂരിൽ നിന്ന് സിംഗപ്പൂർക്ക് ഒരു 4 മണിക്കൂറുണ്ട്. അപ്പോൾ നമ്മളൊരു ഏർലി മോർണിംഗ് ഒരു 4 മണി 4:30 ആയിട്ടുണ്ട് ഇപ്പോൾ എത്താനായിട്ട്. അപ്പോൾ നമ്മൾ ലഗേജ് ഒന്നും ഇല്ലാതെയാണ് ബാംഗ്ലൂർ കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് എല്ലാം മൊത്തം കറങ്ങിയത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പോയിട്ട് നമ്മളുടെ ബാഗേജൊക്കെ കളക്ട് ചെയ്യണം. അങ്ങനെ അതൊക്കെ കളക്ഷൻ പോയിന്റിലെത്തി നമ്മൾ ബാഗേജൊക്കെ എടുത്തു. പിന്നെ സാധാരണ നമ്മൾ നാട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, പിടിച്ചേലും വലുതാണ് അളയിൽ എന്നൊക്കെ പറയാം. അതുപോലെയാണ് നമ്മളുടെ സിംഗപ്പൂർ എയർപോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ട് ഭയങ്കരമായിട്ട് ഗ്രീനറി ആണെന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ട് അവസാനം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ പറയുക, അതായത് ഫ്ലോറൊക്കെ ഇപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം, ഫ്ലോറൊക്കെ അക്വേറിയം പോലെ അവർ സെറ്റ് ചെയ്തിരിക്കുക, വാട്ടർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ നടക്കാനുള്ള സ്ഥലം മാത്രം ഗ്ലാസ്സൊക്കെ ഇട്ട് ഹാങ് ചെയ്യാൻ പറ്റാവുന്ന സ്ഥലത്തൊക്കെ ഹാങ്ങർ ഇട്ട് അവർ ചെടി, ഒറിജിനൽ നാച്ചുറൽ പ്ലാന്റ്സ് വെച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ പോണത് ജ്വൽ. ഓക്കെ, നമ്മുടെ സിംഗപ്പൂർ എയർപോർട്ടിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ജ്വൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോണത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു 4-4:30 ആയപ്പോൾ നമ്മളെത്തി, ബാഗേജൊക്കെ കിട്ടി. ഇനി നമ്മൾക്ക് എന്താ പറയുക, പരമാവധി നമ്മൾ എയർപോർട്ടിലുള്ള കുറച്ച് അട്രാക്ഷൻസ് ഉണ്ട്, അതൊക്കെ കണ്ടിട്ട് നമ്മൾ രാവിലെ ആയിട്ട്, കാരണം ജ്വല്ലിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം, അതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചം ഉള്ളപ്പോൾ പോകണം, എന്നാലാണ് നമുക്കത് എല്ലാതും നന്നായി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വെളിച്ചമൊക്കെ വന്നിട്ട് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ പുറത്തിറങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ജ്വല്ല് പോവാണ്. അത് 2nd ഫ്ലോറിലോ അല്ല 3rd or 4th ഫ്ലോറിലാണ്. അപ്പോൾ ഇങ്ങനെ, പിന്നെ അതുകൂടാതെ റൂഫിൽ ഒരു സൺഫ്ലവർ ഗാർഡനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് പരമാവധി ഫോട്ടോസൊക്കെ എടുത്തു. ഇതെല്ലാതും ഈ പ്ലാന്റ്സ് എല്ലാം നമ്മളുടെ നാട്ടിൽ കാണുന്ന സെയിം പ്ലാന്റ്സ് ആണ്. പിന്നെ കൂടുതലും നമ്മളുടെ ഫേൺസ് ആണ്, പിന്നെ അഗ്ലോണിമ ഉണ്ട്, പിന്നെ നമ്മളുടെ ഓർക്കിഡ്, ആന്തോറിയം, അങ്ങനെയുള്ള പ്ലാന്റ്സ് ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ജ്വല്ല് ലക്ഷ്യമാക്കി പോവുകയാണ്. ഈ ജ്വല്ലിക്ക് പോണ ഒരു വഴിയുണ്ടല്ലോ, അവിടെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ സ്റ്റക്കായിക്കൊണ്ടിരിക്കും. കാരണം ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഓരോരോ എന്താ പറയുക അട്രാക്ഷൻസാണ്. ഇപ്പോൾ ഇത് ഒരു ഗ്ലാസ് വാളാണ് അവർ വെച്ചിരിക്കുന്നത്, 3D വാൾ പോലെ. അതായത് വാട്ടർഫാൾസൊക്കെ അങ്ങനെ, അതായത് നമ്മൾ നോക്കി നിൽക്കും, അത് സൗണ്ടും എല്ലാം കൂടെ ആയിട്ട് നമുക്ക് വളരെ ഭയങ്കരമായിട്ട് നമ്മൾ അവിടെ നിന്ന് പോയി ഞങ്ങൾ കുറേ നേരം. പക്ഷേ ഇതിൽ കുറച്ച് നമുക്ക് കാണിച്ചിട്ടുള്ളൂ ഡിഫറെൻറ്റ് ഡിസൈനൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ കോഫിയൊക്കെ കഴിച്ചു. കാരണം നമ്മൾ 4:30 ആയല്ലോ, ലഗേജൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു 5:30 ആയി. അപ്പോൾ നമ്മൾ കോഫിയൊക്കെ കഴിച്ച്, ഇപ്പോൾ കോഫി ബാറിൻ്റെ അടുത്തുള്ള ഒരു ചെറിയൊരു ഗാർഡൻ, എവിടെയാണോ ഒരു കുറച്ച് സ്പേസ് അവിടെ അവർ അപ്പോൾ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തു. ഇത് നമ്മളുടെ കലാത്തിയ, ആന്തൂറിയം, ഓർക്കിഡ്, അങ്ങനെ പല ഇതാണ്. അതും നല്ല ഫ്രഷായിട്ടാണ് നിൽക്കുന്നത്. അതാണ് അത്രയും അവർ മെയിൻറ്റെയിൻ ചെയ്യണതാണ്. എങ്ങനെയാണോ അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അറിയില്ല. നമ്മൾ ഇൻഡോറിലൊന്നും നമ്മളുടെ ചെടികൾ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നേരെയാവില്ല. അപ്പോൾ ഇത് കണ്ടോ, ഒരു പർപ്പിളിൻ്റെ ഞാനിത് അതുപോലെ ഒരു പർപ്പിൾ ചെടി വാങ്ങിച്ചു വെച്ചിട്ട് എത്ര നാളായി, അതിന് ഇതുവരെ പുതിയൊരു ഇത് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ജ്വല്ലിൽ പോകാം. അതിന് വേറൊരു പേരാണ് ഫോറസ്റ്റ് വാലി. അങ്ങനെ വേറെ ഒന്ന് 2 പേരുകളൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു എത്രയോ ഫ്ലോർസ്, അതായത് 4-5 ഫ്ലോർസ് ഒരു ഡോമാക്കി അവർ മാറ്റിയിട്ട് അതിൻ്റെ അകത്താണ് ഈ ഒരു ഫോറസ്റ്റ് പോലെ അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കിടക്കുമ്പോൾ തന്നെ ഊട്ടിയൊന്നുമല്ല, അതിനേക്കാൾ നല്ലൊരു എന്താ പറയുക തണവും ഫുൾ, അതായത് ഈ ഇത്രയും അധികം പ്ലാന്റ്സ് ഉണ്ട്. ഈ പ്ലാന്റ്സൊക്കെ നല്ല കോസ്റ്റ്ലി പ്ലാന്റ്സാണ്. നമുക്ക് അതിൻ്റെ ലീവ്സൊക്കെ കണ്ടാലും അറിയാൻ പറ്റില്ല. എല്ലാം വെച്ച് ഇറിഗേഷനൊക്കെ ചെയ്ത് അത്രയും നന്നായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. മുകളിൽ നിന്ന്, ഈ ഡോമിൻ്റെ മുകളിൽ നിന്ന് ഒരു വാട്ടർഫാൾ വരും. അതൊരു 11 ആകുമ്പോഴാണ് തുടങ്ങുള്ളൂ. അതുകൊണ്ട് നമ്മളത് വെയിറ്റ് ചെയ്തില്ല, കാണാൻ നിന്നില്ല. പിന്നെ അതുകൂടാതെ കുറേ സമയം അത് വാട്ടർഫാളായിരിക്കും, പിന്നെ കുറേ സമയം അത് ഫോഗായിരിക്കും, മിസ്റ്റ് പോലെ. അങ്ങനെയൊക്കെ ആണ് അവിടെ നമ്മൾക്ക് ഫോട്ടോസ് ഇതുപോലെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ നമുക്ക് ആ ഫോട്ടോസിൽ കാണാൻ പറ്റും, നമുക്ക് ട്രാം ഉണ്ട്, പിന്നെ അതുകൂടാതെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം, നമുക്ക് പൈസ കൊടുത്ത്, അതൊക്കെ എക്സ്ട്രാ ആണ്. പിന്നെ ഇത് ഒരു നൈറ്റ് വ്യൂ ആണ്. ഇത് നമ്മൾക്ക് അവിടെ നിന്ന് ഫോട്ടോ കിട്ടിയതാണ്. നമുക്കതുപോലെയൊന്നും എടുക്കാനൊന്നും
അത്രയും ക്ലിയർ ആയിട്ടൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത്രയും സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. ഒരു 2-3 മണിക്കൂർ നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ ഇരുന്നു. അവിടെ ഇരുന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു ഞങ്ങൾ അത്രയും സമയം. അത്രയും നല്ലൊരു ഇതായിരുന്നു. പിന്നെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വരുന്ന സ്ഥലത്തെല്ലാം ഇപ്പോൾ ഹാങ് ചെയ്തിട്ട് നമ്മളുടെ പ്ലാൻസ് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. കാരണം അത് ഗ്ലാസ്സാണ്, ഡോം പോലെ തന്നെയാണ് മൊത്തത്തിൽ. അപ്പോൾ അവിടെ നല്ല എന്താ പറയുക സൺലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ നമ്മൾ നേരെ പോണത് നമ്മളുടെ ഹോട്ടലിലേക്കാണ്. അപ്പോൾ ഹോട്ടലിൽ നമുക്ക് പോവാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രഷായിട്ട് വേണം നമ്മൾക്ക് അടുത്ത സ്ഥലങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.